ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ക്ലാഷ് ഓഫ് ക്ലാൻസിലെ കുക്ക് ബുക്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ആർമി ഉണ്ട്. അപ്പോൾ ആ ആർമി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടൗൺ ഹാൾ 14 3 സ്റ്റാർ അടിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 2 ഭാഗത്തൊരു ഫണൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ക്വീനിനെ ഇട്ടിട്ട് ഫണൽ ക്രിയേറ്റ് ചെയ്യുക, മറ്റേ ഭാഗത്ത് മിനിയൻ പ്രിൻസിനെ ഇട്ട് ഫണൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളതിൽ മിനിയൻ പ്രിൻസിന് പകരം കിങ് ആണെങ്കിൽ കിങ് മതി, കിങ്ങിനെ വെച്ചിട്ട് ഫണൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ക്വീൻ്റെ എബിലിറ്റി അടിച്ചിട്ട് നിങ്ങൾ 2 എയർ ഡിഫൻസോ അല്ലെങ്കിൽ ഒരു എയർ ഡിഫൻസും സ്വീപ്പറും അങ്ങനെ മാക്സിമം വാല്യൂ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫണൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ സെൻറ്ററിൽ കൂടെ എല്ലാ ഡ്രാഗൺസിനെയും ബലൂൺസിനെയും ബാക്കി എന്താ പറയുക ചാമ്പ്യൻ ബാക്കി ഹീറോസും ഒക്കത്തിനും അങ്ങ് ഇടുക. എന്നിട്ട് അതിനനുസരിച്ച് ആ ബേസിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു റേഞ്ച് സ്പെല്ല് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാർഡൻ്റെ എബിലിറ്റി ആവശ്യമുള്ളിടത്ത് വാർഡൻ്റെ എബിലിറ്റി അടിച്ചു കൊടുക്കുക. ബാക്കി സ്പെല്ലൊക്കെ ഈ ട്രൂപ്സിന് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാ ബേസും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിലെ സ്പെല്ല് കറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഓരോ അറ്റാക്കും സിമ്പിളായിട്ട് ജയിക്കാൻ വേണ്ടി കഴിയും. അതും 3 സ്റ്റാറൊക്കെ അടിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ഈ സ്പെല്ല് കറക്റ്റ് ഇട്ടെടുക്കണം ആദ്യം. അപ്പം അത് എല്ലാ ബേസും ഒരേപോലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി കഴിയൂല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും നമുക്കൊരു 3 സ്റ്റാർ സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ നമുക്കൊരു ബേസ് കൂടി ഒന്ന് അടിച്ചു നോക്കല്ലേ. ടൗൺ ഹാൾ ഓൾമോസ്റ്റ് 14 ഓൾമോസ്റ്റ് മാക്സ് ആയിട്ടുള്ള ഒരു ബേസാണ് ഇപ്പം നമ്മൾ അടിക്കുന്നത്. അതിലും പഴയ പോലെ തന്നെ എന്താ പറയുക ഫണൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഭാഗത്തുനിന്ന് നമ്മളെ ട്രൂപ്സിനും ഹീറോസും എല്ലാറ്റിനും കൂടി അങ്ങ് ഇറക്കി വിടുക. അതിനാവശ്യമുള്ള അനുസരിച്ച് സ്പെല്ല് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഫണൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഫണൽ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രാഗനൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രാഗനൊക്കെ കൂടി നമ്മൾ ബേസിനെ റൗണ്ട് അടിക്കാൻ തുടങ്ങും, ചുറ്റാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചുറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വഴിയില്ല, നമ്മൾ ഫെയിലാണ്. ഡ്രാഗനൊക്കെ ചുറ്റി പോയാൽ ഒരു 1 സ്റ്റാർ കിട്ടിയാലായി. 1 സ്റ്റാർ കിട്ടും എന്തായാലും, കാരണം നമ്മൾ ഡ്രാഗനൊക്കെ മാക്സ് ആണെങ്കിൽ 1 സ്റ്റാർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡ്രാഗൺ ചുറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 2 സ്റ്റാർ പോലും കിട്ടാനുള്ള ചാൻസ് അവിടെ കുറവാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കറക്റ്റ് നല്ല പ്രോപ്പറായിട്ട് ഫണൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ട്രൂപ്സിനൊക്കെ കൂടി അകത്തേക്ക് വിടാൻ. അല്ലെങ്കിൽ ഇതൊക്കെ കൂടി 4 ഭാഗത്തു കൂടി പോയി ആകെ ചെതറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് സിമ്പിളായിട്ട് ഫെയിലാവും. അതുകൊണ്ട് തന്നെ ഡ്രാഗനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമാണ് ഈ ഫണലിങ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ ക്വീനെ യൂസ് ചെയ്തിട്ട് ക്വീൻ്റെ ജയൻ്റ് ആരോ അറിയുന്ന എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു 2 എയർ ഡിഫൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്നൈപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ സ്വീപ്പറും കൂടി നമുക്ക് സ്നൈപ്പ് ചെയ്ത് എടുക്കാൻ കഴിയാണ്. അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബേസിലും ഈസി 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കാണുന്നതാണ് കേട്ടോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രാറ്റജി. കുക്ക് ബുക്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ടൗൺ ഹാൾ 14 ആണെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി കാണാൻ കഴിയും. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഈ കിങ് ക്വീന് ഹീറോസൊക്കെ അല്ലേ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തി കൊടുക്കണം. ഇതിൽ നോക്കുമ്പോൾ കിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. കിങ്ങിൻ്റെ മറ്റേ ബാർബേറിയൻ പപ്പറ്റ്സ് പറഞ്ഞാൽ എന്താ പറയുക എബിലിറ്റി എക്യുപ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് അതിന് പകരം മറ്റേ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുക.
ജയൻ ഗോൺലെറ്റ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ക്ലാൻ കാസ്റ്റിലുള്ള ട്രൂപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു കാര്യം വ്യത്യാസം വരുത്തേണ്ടത് വെച്ചാൽ ആ പോയിസൺ സ്പെല്ല് മാറ്റിയിട്ട് അവിടെ ഒരു ടോട്ടം സ്പെല്ല് യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അടിപൊളിയായിരിക്കും ടോട്ടം സ്പെല്ല് യൂസ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തത് ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽ എക്സ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ.